ത്തിന്റെ കുന്തമണിയായ രാഹുൽ ഗാന്ധിക്ക് 2 ലക്ഷം കടന്നിരിക്കുന്നു ഭൂരിപക്ഷം എന്നതുകൊണ്ട്. എന്തായാലും കൊല്ലത്ത് സ്ഥാനാർത്ഥിയായിട്ട് കേരളത്തെ പ്രതിനിധീകരിച്ച് പാർലമെന്റിൽ കേരളത്തിന്റെ ശബ്ദം ഉയരാൻ പോകുന്നു. അപ്പൊ ആ ഒരു സന്തോഷത്തില് ഞാൻ അയൽവാസിയാണ് ചേട്ടന്റെ, ആ ഒരു സന്തോഷം പങ്കുവയ്ക്കാനായിട്ട് സുരേഷേട്ടനെ കാണാനായിട്ട് വീട്ടിലോട്ട് വന്നതാണ്. കൊല്ലത്തെ വോട്ടിന്റെ നിലവാരത്തെ പറ്റി എനിക്ക് വലുതായിട്ട് അറിയാൻ കഴിയുന്നില്ല. പക്ഷെ അവിടെ ശ്രീ പ്രേമേന്ദ്രൻ അദ്ദേഹം നല്ല ഭൂരിപക്ഷത്തിൽ ലീഡ് ചെയ്യുകയാണ്. പിന്നെ നമുക്ക് എത്ര വോട്ട് കൂട്ടാൻ പറ്റുന്നു അതാണ് എന്റെ ഒരു ശ്രമം. അപ്പോൾ കാരണം വെച്ചാൽ പാർട്ടിയോടും അങ്ങേയറ്റം നന്ദിയുണ്ട്. കാരണം നമ്മളിലൊരു വിശ്വാസം അർപ്പിക്കുക. കാരണം അവിടെ തീർത്തും 10% മാത്രം വോട്ടുള്ള ഒരു മണ്ഡലത്തിലോട്ട് നമ്മൾ അയക്കുന്നു. അവിടെ ചെന്നാൽ അവിടെ ജോലി ചെയ്യാൻ പറ്റും, വോട്ട് കൂട്ടാൻ പറ്റുന്ന ഒരു വിശ്വാസം നമ്മളിൽ വെച്ചതുകൊണ്ട് പാർട്ടിയോടും പാർട്ടിയുടെ നേതാക്കന്മാരോടും നന്ദിയുണ്ട്. ഇനി ഈ ഒരു സമയം സുരേഷിന്റെ സമയമാണ് ഞാൻ അധികം സംസാരിക്കുന്നത്. സുരേഷ് ഗോപിയുടെ വിജയത്തിൽ ആഹ്ലാദം പങ്കുവെക്കാൻ എത്തിയിരിക്കുന്നു. NDA വിജയം ഉറപ്പിച്ചിരിക്കുന്നു എന്ന് തന്നെ മനസ്സിലാക്കാം. രാഹുൽ ഗാന്ധിയുടെ ഭൂരിപക്ഷം 2 ലക്ഷം കടന്നിരിക്കുന്നു. 2,24,057 രാഹുൽ ഭൂരിപക്ഷം ഉയർത്തി. രാഹുൽ ഒടുവിൽ ഫലം വരുമ്പോൾ രാഹുൽ വയനാട്ടിൽ ഉണ്ടാകുമോ എന്നറിയില്ല. പക്ഷേ 2 ലക്ഷം കേരളത്തിൽ ഒരു നേതാവ്, ഒരു സ്ഥാനാർത്ഥി 2 ലക്ഷം ഭൂരിപക്ഷം കടന്നു. അവിടെ ആ വാദ്യമേളം ഇല്ലാത്തത് ശരിയല്ല രഞ്ജിത്ത്. തീർച്ചയായും 2 ലക്ഷം കടന്നു രാഹുൽ ഗാന്ധിയുടെ ഭൂരിപക്ഷം. അടിമക്കളെ ചെണ്ട. രഞ്ജിത്ത്, റായ്ബറേലിയിൽ രാഹുൽ ഗാന്ധി വിജയിക്കുകയും വയനാട് ഉപേക്ഷിക്കുകയും ചെയ്താൽ മറ്റൊരു മത്സരം വരും. അപ്പോൾ നമുക്ക് മറ്റൊരു ചണ്ടമേളം കൂടി പ്രേക്ഷകർക്ക് നൽകാം. കഴിഞ്ഞ തവണ 4 ലക്ഷമായിരുന്നു, ഇപ്പൊ 2 ലക്ഷം കടന്നിട്ടേ ഉള്ളൂ. ഹൈബിക്ക് പക്ഷേ റെക്കോർഡ് ഭൂരിപക്ഷമാണ് ഇത്തവണ 1,72,341 അടൂർ പ്രകാശിന്റെ ലീഡ് ഉയരുന്നു. നമുക്ക് ഇപ്പോൾ നിൽക്കേണ്ട മണ്ഡലം തിരുവനന്തപുരം. തീർച്ചയായും അടൂർ പ്രകാശിന്റെ ജോയ് തിരിച്ചു പിടിച്ചു 646 വോട്ടുകൾക്ക് VS ജോയ് ലീഡ് ചെയ്യുന്നു. കണക്കുകൾ മാറുകയാണ്. ആറ്റിങ്ങൽ കേരളത്തിന്റെ ശ്രദ്ധാകേന്ദ്രമാകുന്നു. ആറ്റിങ്ങൽ എന്ത് സംഭവിക്കും എന്ന് പറയാത്ത പശ്ചാത്തലമാണ്. അനുനിമിഷം ലീഡ് മാറുകയാണ്. 657 വോട്ടുകളിലേക്ക് വീണ്ടും 237 ആയോ? 237 ലീഡ് ചെയ്യുന്നു. അടൂർ പ്രകാശ് 237 ലീഡ് ചെയ്യുന്നു. ഓരോ നിമിഷവും മാറി മറിയുന്നു. ആറ്റിങ്ങൽ എന്താണ് സംഭവിക്കുന്നത്? ദയവായി അരുണിനെ ഒന്നുകൂടെ കണക്ട് ചെയ്യണം. ആറ്റിങ്ങലിലേക്കും തിരുവനന്തപുരത്തേക്കും നമുക്ക് നമ്മുടെ ഈ ചർച്ച തന്നെ എത്തിക്കേണ്ട സാഹചര്യമുണ്ട്. കാരണം ഇനി കേരളം ശ്രദ്ധിക്കുന്ന ഈ 2 മണ്ഡലങ്ങൾ ആറ്റിങ്ങലും തിരുവനന്തപുരവുമാണ്. ആറ്റിങ്ങലിൽ ഇപ്പോൾ 237 വോട്ടുകളുടെ ലീഡ് മാത്രമാണ് അടൂർ പ്രകാശ് ഉള്ളത്. തിരുവനന്തപുരത്ത് 22,116 രാജചന്ദ്രശേഖർ ലീഡുണ്ട്. അതും ഒരുപക്ഷെ മാറിയേക്കാം. അതാണ് സാഹചര്യം. ആറ്റിങ്ങലും തിരുവനന്തപുരവും നിർണായകമാവുകയാണ്. കോട്ടയത്ത് ഫ്രാൻസിസ് ജോർജ് 50,000 രാജീവ് ചന്ദ്രശേഖർ ലീഡ് താഴേക്ക് പോകുന്നു. 11,950 ആകുന്നു. രാജീവ് ചന്ദ്രശേഖർ ലീഡ് താഴേക്കാണ്. 11,950 എന്ന നിലയിലേക്ക് ആ ലീഡ് നില മാറി മറിയുന്നു. 11,950. തിരുവനന്തപുരം ഉറപ്പിക്കാറായിട്ടില്ല. അരുൺ, അതായത് പലപ്പോഴും നമ്മൾ ആവർത്തിച്ച് പറയുന്നുണ്ട്, തിരുവനന്തപുരം BJP പ്രവർത്തകർക്ക് ആവേശം പകരുകയും അവസാന നിമിഷത്തിൽ മാറുകയും മാറി മറിയുകയും ചെയ്യുന്ന ഒരു മണ്ഡലമാണ്. അതിന്റെ തനിയാവർത്തനം ഉണ്ടാകുമോ ഇത്തവണയും എന്നതാണ് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നത്. ഇനി ഏതൊക്കെ റൗണ്ടുകളാണ് പൂർത്തിയാകാനുള്ളത്? ഈ ലീഡ് നില താഴുന്നത് അത് ക്രമാനുഗതമായി താഴാനാണോ? അതിൽ വേരിയേഷൻ എങ്ങനെ ഉണ്ടാകാനാണ് സാധ്യത? 1950 കുറഞ്ഞു രാജചന്ദ്രശേഖറിന്റെ ലീഡ്. അത് UDF ക്യാമ്പിന് ആശ്വാസം പകരുന്നതാണ്. UDF ക്യാമ്പിന്റെ ഇപ്പോഴത്തെ ഒരു ആത്മവിശ്വാസം നെയ്യാറ്റിൻകര, കോവളം, അതുപോലെ തന്നെ പാറശാല മണ്ഡലങ്ങൾ എണ്ണാനുള്ള മേഖലകളാണ്. അവസാന റൗണ്ടിൽ എണ്ണുന്നത് പാറശാല മണ്ഡലത്തിൽ എണ്ണാനുള്ളത് കാരക്കോണം, ആനപ്പാറ, കിളിയൂർ, വെള്ളറട, മുള്ളിലവുവിള തുടങ്ങിയ മേഖലകളാണ്. കോവളത്ത് അതുപോലെ അവണാകുഴി, കാഞ്ഞിരംകുളം, പുല്ലുവിള, വലിയതുറ, പൂവാർ, അരുമാനൂർ ഇതിൽ തീരദേശ മേഖലകളുണ്ട്. കോൺഗ്രസിന്റെ UDFന്റെ പരമ്പരാഗത ശക്തി കേന്ദ്രങ്ങളുണ്ട്. നെയ്യാറ്റിൻകരയിലാകട്ടെ ആറയൂർ, തിരുപുറം, കുളത്തൂർ, പൊഴിയൂർ, ഐര, ഉച്ചക്കട, കാരോട് തുടങ്ങിയ മേഖലകളുണ്ട്. ഇതാണ് പ്രധാനമായും പ്രതീക്ഷ നൽകുന്നത്. UDF കേന്ദ്രങ്ങൾക്ക് ഇനിയും ലീഡ് കുറഞ്ഞു വരും എന്ന അവരുടെ പ്രതീക്ഷയ്ക്ക് അടിസ്ഥാനം അതാണ്. എന്നാൽ വട്ടിയൂർക്കാവിലെ മേഖലകളും ഇതിനുമായി കൂട്ടിച്ചേർത്ത് വായിക്കണം. നഗരമേഖലകളാണ് ശാസ്തമംഗലം, കൂടൻപാറ, കുറവൻകോണം, മുട്ടട, പട്ടം, കവടിയാർ, നന്ദൻകോട്,
TMG, കുമാരപുരം, പാറ്റൂർ, കുന്നുകുഴി തുടങ്ങിയ മേഖലകൾ വട്ടിയൂർക്കാവ് മണ്ഡലത്തിൽ എണ്ണാനുണ്ട്. അവിടെ വട്ടിയൂർക്കാവും തിരുവനന്തപുരം മണ്ഡലത്തെയും ഒരുപാട് ബൂത്തുകൾ എണ്ണാനുണ്ട്. അപ്പൊ BJPക്ക് പ്രതീക്ഷയില്ലാത്ത മണ്ഡലങ്ങളുണ്ട്. അതുകൊണ്ട് അപ്പൊ സമാസമമാണ് സാധ്യതകളെന്ന് ഇപ്പോൾ ഘട്ടത്തിൽ കരുതാൻ സാധിക്കുമോ? ഒരു അല്പം മുൻതൂക്കം ഇപ്പോഴും BJPക്ക് നൽകാം. അതിന് കാരണം ഈ 10,000-ന് മുകളിലുള്ള ഭൂരിപക്ഷം ഇപ്പോഴും നിലനിർത്തുന്നു എന്നുള്ളതാണ്. എങ്കിലും UDFും പ്രതീക്ഷ കൈവിടുന്നില്ല. ഇവിടേക്ക് നിർണായകമാകാൻ പോകുന്ന ഒരുപക്ഷേ ഈ ഞാൻ നേരത്തെ സൂചിപ്പിച്ച തീരദേശ മേഖലയടക്കം ഇടതുമുന്നണിക്ക് പന്നിന്റെ വീതം ലഭിക്കുന്ന വോട്ടുകളാകും ഒരുപക്ഷെ നിർണായകമായി തീരുക. കഴിഞ്ഞ തവണയൊക്കെ ഇടതുമുന്നണി സ്ഥാനാർത്ഥികൾക്ക് ആ മേഖലയിൽ വളരെ കുറഞ്ഞ വോട്ടാണ് ലഭിച്ചത്. അപ്പോഴും 2ാം സ്ഥാനത്തേക്ക് അവർ എത്തിയിരുന്നു. ഇത്തവണ 2ാം സ്ഥാനത്തെത്തിയാൽ ഒരുപക്ഷെ തിരിച്ചടിയാകും. ആ വോട്ടുകൾ UDFിലേക്ക് പോയാൽ മാത്രമേ ഇവിടെ രാജചന്ദ്രശേഖരനെ മറികടന്ന് ഒരുപക്ഷെ തരൂരിനെ മുന്നോട്ട് വരാൻ കഴിയൂ. അതിന്റെ വീതം പിടിക്കുന്ന വോട്ടുകൾ ഈ മേഖലകൾ നിർണായകമാണ്. രാജീവ് ചന്ദ്രശേഖരൻ എന്നാണ് ഒരുപക്ഷെ അല്പം മുൻതൂക്കം മാത്രം. അരുൺ, ആറ്റിങ്ങിലെ സാഹചര്യങ്ങൾ ആറ്റിങ്ങിൽ എങ്ങനെയാണ് അവസാനം ചിന്തിക്കുന്നത്? ആറ്റിങ്ങലിൽ വീണ്ടും ശക്തമായ മത്സരം പുരോഗമിക്കുകയാണ്. അവിടെ നേരിയ ഒരു മുൻതൂക്കം, നേരിയൊരു ലീഡ് ഇപ്പോൾ അടൂർ പ്രകാശിനുണ്ട്. പക്ഷേ 237 വോട്ടിന് മാത്രം ലീഡാണ് ഈ ഘട്ടത്തിലുള്ളത്. അത് മാറി വരുമെന്ന പ്രതീക്ഷയാണ് ഇടതു കേന്ദ്രങ്ങൾ പങ്കുവയ്ക്കുന്നത്. അഴൂർ പഞ്ചായത്ത് അടക്കം വി ജോയിയുടെ സ്വന്തം പഞ്ചായത്ത് അഴൂർ അടക്കം അവിടെ വോട്ട് എണ്ണാനുണ്ട്. അതാണ് അവരുടെ പ്രതീക്ഷയ്ക്ക് അടിസ്ഥാനം. എന്നാൽ BJP അവിടെ പിടിക്കുന്ന വോട്ടുകളും വളരെ നിർണായകമായി തീരുമെന്നുള്ളത് ഉറപ്പാണ്. കഴിഞ്ഞ തവണ ശോഭാ സുരേന്ദ്രൻ പിടിച്ചതിനേക്കാൾ ഒരുപക്ഷെ കൂടുതൽ വോട്ട് ഇത്തവണ അവിടെ മുരളീധരൻ പിടിച്ചേക്കാം. മുരളീധരൻ ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിലാണ് ഇപ്പോൾ 2 സ്ഥാനാർത്ഥികളോടും ഒപ്പത്തിനൊപ്പമുള്ള പോരാട്ടമാണ് അവിടെ. അതുകൊണ്ട് തന്നെ ആറ്റിങ്ങലിലെ കാര്യം ഒന്നും പറയാനാവാത്ത സാഹചര്യമാണ്. അടൂർ പ്രകാശിനോടും വി ജോയിയോടും കട്ടപിടിക്കുന്ന പോരാട്ടം വി മുരളീധരൻ കൂടി നടത്തുമ്പോഴാണ് ആറ്റിങ്ങൽ പ്രവചനാതീതമാകുന്നത്. അതേസമയം തിരുവനന്തപുരത്തേക്ക് എത്തുമ്പോൾ ഇനി രഞ്ജിത്ത് കണക്കിലെ കണികൾ ആണ് പ്രധാനം. അതായത് തീരദേശ മേഖല കഴിഞ്ഞ തവണ LDFന് കാര്യമായ വോട്ട് വിഹിതം നൽകിയിരുന്നില്ല. ഇത്തവണ അങ്ങനെയെങ്കിൽ പോലും അത് BJPക്ക് അനുകൂലമാകുന്ന സാഹചര്യം. ഈ 10,000 എന്ന ലീഡ് മറികടന്നുകൊണ്ട് വേണം ഇനി UDF സ്ഥാനാർത്ഥിയായ ശശി തരൂരിന് സ്വന്തം പാളയത്തിൽ നിന്ന് കൂടുതൽ വോട്ടുകൾ സമാഹരിച്ചുകൊണ്ട് മുന്നേറാൻ. അപ്പോഴും അരുൺ പറയുന്നതനുസരിച്ചാണ് എങ്കിൽ BJP കോട്ടകളിലെ വോട്ടുകൾ ഇനിയും എണ്ണാനുണ്ട്. അങ്ങനെ തിരുവനന്തപുരവും അതാണ് തിരുവനന്തപുരത്ത് സിറ്റിയിലെ തിരുവനന്തപുരം നഗരം BJPയുടെ ശക്തി കേന്ദ്രമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. കഴക്കൂട്ടത്തെ ചില ബൂത്തുകളിൽ വോട്ടെണ്ണൽ പൂർത്തിയാകാനുണ്ട് എന്ന് കൂടി ചേർത്ത് വായിക്കണം. നേമത്ത് ചില ബൂത്തുകളിൽ ബൂത്ത്